സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും ബ്ലാക്ക് സ്കെല്ലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടാൽ ഞാൻ മറന്നുപോയി ഇൻട്രോ. ഓക്കെ, ബ്ലാക്ക് സ്കെല്ലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബീച്ച് ബഗ്ഗിയുടെ പുതിയൊരു വീഡിയോ രണ്ടാമത്തെ പാർട്ടായിട്ടാണ്. ആദ്യത്തെ പാർട്ട് ഇതിന് മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി ചെക്കൗട്ട് ചെയ്യാം. അപ്പം ഇത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഫേസ് സ്റ്റൈലിനകത്ത് സ്പൂക്കി ഷോസിന് തുടങ്ങാം. എനിക്ക് പുതിയ മാപ്പൊക്കെ കിട്ടിയതൊന്നും കാണിക്കാൻ ഇവിടെ പുതിയൊരു ക്യാരക്ടറിനെയും കിട്ടി, അതിനായിട്ട് കളിക്കുന്നത് കേട്ടോ. പുതിയ ക്യാരക്ടർ പേടിപ്പെടുത്തുന്ന സ്ഥലം എന്നാണെന്ന് തോന്നുന്നു അതിന്റെ അർത്ഥം. വോളിയം കുറച്ചിട്ടുണ്ട്. എനിക്ക് വോളിയം വേണ്ട. ലാഗ് വേണ്ടെന്നേ പറഞ്ഞുള്ള അവന്മാർ എനിക്ക് പവറും തന്നില്ല. ഞാൻ പവർ കൊടുത്തു. അതൊന്നും എനിക്ക് തന്നെ ഉള്ളതാണ്. ഫസ്റ്റ് പ്രൈസ് ഞാൻ തന്നെ എടുക്കും. അയ്യോ, ഫസ്റ്റ് ലാപ്പിലെ ഫസ്റ്റ് പ്രൈസ് ഞാൻ തന്നെ എടുത്തത്. തീർന്ന ആരെയും ഒന്നും ഇതിനകത്ത് വീണേ, ആരെയും വീണിട്ടുണ്ടെന്ന് സൗണ്ട് കിട്ടി. എടോ ഞാൻ 5ാം സ്ഥാനത്താണോ? എല്ലാത്തിനും തീർപ്പടാ 5ാം സ്ഥാനത്തായിട്ട്. കത്തിച്ചൂട്. 3 3ആണെങ്കിലും മതി കേട്ടാ, പറഞ്ഞേക്കുവാ. 2 മതി, അത് മതി, ഇത് മതി, ധാരാളം. ഒയ്യോ, എനിക്ക് എന്റെ പവർ ഉണ്ടായിരുന്നല്ലേ, അത് കുഴപ്പമില്ല. എന്തായാലും ആദ്യത്തേത് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. വേഗം കളി നിർത്തിയെടുത്താൽ പോവാം. ഓക്കെ, അടുത്ത ഏതാ? ടിക്കറ്റ് ടെമ്പിൾ. യെസ്. അപ്പോൾ അതും കളി, അത് കുറേ തവണ കളിച്ചിട്ടുള്ള എൻ്റെ സീക്രട്ട് ആയിട്ടുള്ള എല്ലാ വഴിയും എനിക്കറിയാം. ഞാൻ അത്രയ്ക്ക് അവിടെ കളിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഇതൊരു കയ്യൊരു ഇതാ, സീക്രട്ട് വഴിയാ. ചാടിയടാ കുരങ്ങൻ. വെള്ളത്തിൽ വീഴരുതേ. ഇത് വെച്ച് ചാടിക്കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ പോകും, പുറകോട്ട് പോകും. ഇത് വെച്ച് ചാടിക്കഴിഞ്ഞാൽ അടുത്ത സീക്രട്ട് വഴി ഞാൻ കാണിച്ചു തരാം. ഇതൊഴിഞ്ഞ് പോയാ മതി. ഇതൊരു സീക്രട്ട് വഴിയാണേ. അയ്യോ, ഷീൽഡ് തന്നെ പിന്നെയും കിട്ടിയടാ. പിന്നെ എന്തിനാണോ ആ പവർ അവിടെ വെച്ചിരിക്കുന്നത്? എനിക്ക് ഓൾറെഡി അത് തന്നെയായിരുന്നു. പോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വെച്ചത് ഫസ്റ്റ് അടിക്കണ്ടായിരുന്നടാ. കണ്ടോ, ഇത് ഇവന്റെ പവറാ. സ്പീഡ് മാത്രമല്ല, ഇവൻ ആരെങ്കിലും ഈ സ്പീഡ് വെച്ച് തട്ടിക്കഴിഞ്ഞാൽ അത് തെറിച്ചു. അതായത് അവൻ ഔട്ടാവും. ഔട്ട് മീൻസ് അവൻ നോക്കാവും. പിന്നെ അവൻ പുറകിന്ന് വരേണ്ടി വരും. ഇപ്പത്തേക്ക് നല്ല ചേലുണ്ട് ഇപ്പൊ കാണാൻ.
അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റാ സെക്കൻഡ് തേർഡ് ഫോർത്താ ഫിഫ്താ. അതെ, ആ കളി അവിടെ തീർന്നിട്ടുണ്ട്. 5ാം സ്ഥാനത്ത്. എന്റെ വിഷമം മാറ്റാൻ നിങ്ങൾ ലൈക്ക് അടി, കൂടെ സബ്സ്ക്രൈബ് ചെയ്തോ. അത്ര മാരിക്കാൻ കൂടെ എന്ത്. ഓക്കെ, മഷൂം ഗ്രൂട്ടോ അല്ല ഗ്രോട്ടോ. ഇതും കുറെ തവണ വെച്ചിട്ടുണ്ട്. ഇതിന്റെയും രണ്ടും അറിയാം. പക്ഷെ ഒരെണ്ണം എനിക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇത് എളുപ്പ. ഇത് ഒരു ഇതല്ല ഇതിന്റെ അകത്തൂടെ ഇതെന്തുവാ കുരങ്ങനെ. വേണ്ട ഡയമണ്ട് കൊടുക്കാൻ വയ്യ. ആകെ ഒരൊറ്റ ഡയമണ്ടേ ഉള്ളൂ. തെക്കോട്ട് നോക്കുന്നാ മതി. വേഗം ലാഗടിക്കുന്നു. അയ്യോ അയ്യടാ, അവന്മാരാ ടയർ അവന്മാർക്ക് കാണിച്ചു കണ്ട. ഓൾറെഡി ഫസ്റ്റ് 20 ഇവിടെ ആയിട്ടാണ്. ഇതാ സീക്രട്ട് വഴി. ഇതാ കണ്ട, ഇതൊരു സീക്രട്ട് വഴി. ഇത് എന്ന് നിൽക്കുന്ന കറക്റ്റ് തീർന്നില്ലേ? ഇവൻ പോയാലും പോയില്ലേ. അവൾ എനിക്കിട്ട് പണി സ്പോട്ടിൽ കൊടുത്തു. ഞാൻ അവൾക്ക് നിൽക്കാം. ഇവൻ എന്തോന്ന് ഗ്രാവിറ്റി എനിക്ക് മാത്രമാ പരിപാടി. അത്രേ ഉള്ളൂ. എനിക്കൊരു പേടിയില്ല. ഇതിപ്പോ ഞാൻ ഫസ്റ്റ് കയറി. ഫസ്റ്റ് കയറാന്ന് പറഞ്ഞത്. അയ്യോ, എന്റെ കെയോ ഉണ്ടായിരുന്നു. കോ ഉണ്ടായിരുന്നു. എന്നെ ആരെങ്കിലും വന്ന് തുടരാവുന്നതായിരുന്നു. ഓക്കെ, ഐ വോണ്ട് ദ മാച്ച്. നമ്മളിപ്പോ മൊത്തം 3 കളി കളിച്ചല്ലേ. പെട്ടെന്ന് കഴിഞ്ഞില്ലേ എല്ലാ കളിയും. നമുക്ക് വേണേ ഒരു കളിയും കൂടെ കളിക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല വേണം. കഴിഞ്ഞ എത്ര കളി കളിച്ച്? 1 2 3 4 കളി കളിച്ചില്ലേ? ഇന്ന് 4 കളി കളിച്ചിട്ട് 1 2 അപ്പൊ ഇന്നത്തേക്ക് ഇത്രയാക്കാം. ഇന്നത്തേക്ക് ഇത്രയും മതി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു എപ്പിസോഡായിട്ട് വേറെ ദിവസം വരുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളെ മറ്റേ മൈൻക്രാഫ്റ്റിൻ്റെ സീരീസ് ഉണ്ടല്ലോ, അത് പോയി. ഞാൻ ഡയമണ്ട് ആർമറൊക്കെ അതൊന്ന് പോയി. അതുകൊണ്ട് ഞാൻ അതിന് ഇരുന്നില്ല. പകരം മൈൻക്രാഫ്റ്റിൻ്റെ വേറൊരു സീരീസ് ആയിട്ട് നമ്മൾ വേറൊരു ദിവസം വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.